ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം. അപ്പോൾ ഞങ്ങിപ്പോൾ വന്നേക്കണത് ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ആർക്കറിയില്ല ഞങ്ങള് എന്താണ് ഏതാണ്. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് 2 ലക്ഷം സബ്സ്ക്രൈബറായി. എന്നിട്ട് പോലും ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പോലും ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കുകയും വേണം. ഞങ്ങളുടെ ജേണി ഈ ഇതിലോട്ട് യൂട്യൂബ് ജേണി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങളായിട്ട്. ഞങ്ങൾ എങ്ങനെ ഈ ചാനൽ തുടങ്ങി, എന്തുകൊണ്ട് ഈ ചാനൽ തുടങ്ങി, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ആദ്യം ഞാൻ പ്ലേ ബട്ടൺ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ പ്ലേ ബട്ടൺ. ഇതാണ് പ്ലേ ബട്ടൺ. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പം എല്ലാവർക്കും അറിയാം പ്ലേ ബട്ടൺ എന്തിട്ടാണെന്നും എന്താണെന്നും. അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ കിട്ടുന്നൊരു സാധനമാണിത്. 100K. ഇപ്പം നമുക്ക് ഇത് കിട്ടിയിട്ട് ഇപ്പോൾ 200K കഴിഞ്ഞിട്ടാണ്. 2,18,000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഷോർട്സ് ആണ്. അതാണ് കൂടുതൽ ആൾക്കാർ അറിയാത്തത്. ഞങ്ങൾ ഷോർട്സ് ആണ് ചെയ്തേക്കുന്നത്. വീഡിയോസ് അങ്ങനെ അധികം ചെയ്തിട്ടില്ല. ആകെ 4-5 വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതും ഞങ്ങൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞ പിന്നെയാണ് ലെങ്തി വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അധികം ദിവസം ആദ്യമായിട്ട് 2-3 മാസമായിട്ടുണ്ടാവുള്ളൂ ലെങ്തി വീഡിയോ. അങ്ങനെ അതും അങ്ങനെ കയറുന്നില്ല. ഞങ്ങൾക്ക് ഷോർട്സ് ആണ് കയറുന്നത് കൂടുതലായിട്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പൊ ഇതെന്ന് വെച്ചാല് എല്ലാവർക്കും ഫുൾ മോട്ടിവേഷൻ ആയിക്കോളും. പോസിറ്റീവ് എനർജി ഞങ്ങൾ വിതറാൻ പോകും. ഞങ്ങളുടെ ചാനലിലൂടെ അങ്ങനെയാണ്. ഞങ്ങൾ ഫുൾ മോട്ടിവേഷൻ, ഓൺലി പോസിറ്റീവ്. നെഗറ്റീവ് ഒന്നും ഉണ്ടാവില്ല ഈ ചാനലിലൂടെ എന്നാണ് വിചാരിച്ചേക്കണ. എല്ലാ നെഗറ്റീവ് കയറി വന്നപ്പോൾ അത് പറയരുത്, വരൂല എന്നാണ് വിശ്വസിക്കണത്. ഫുൾ പോസിറ്റീവ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറേ അത് പറയണെങ്കിൽ ഞാൻ മറ്റേതിലോട്ടോ ടൈം ലൈൻ ചെറുപ്പത്തിലോട്ട് കൊണ്ടുവരും. ചെറുപ്പത്തിലോട്ടെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 20 വർഷങ്ങൾക്ക് മുമ്പ് അതൊന്നും കാണിക്കേണ്ടി വരും. 20 വർഷങ്ങൾക്ക് ബാക്കിലോട്ട് വരും. 20 അതിന് മുമ്പ് 34 വയസ്സായി. അപ്പൊ അതിന് മുമ്പ് എന്ന് പറയുമ്പോ ഒരു ശരിക്കും ഓർമ്മ വെക്കണ കാലം തുടങ്ങി. സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി ആഗ്രഹം സിനിമയായിരുന്നു. സിനിമയിൽ അഭിനയിക്കണം, ഡയറക്റ്റ് ചെയ്യണം, പിന്നെ എന്താണ് സ്ക്രിപ്റ്റ് എഴുതണം. അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹങ്ങൾ. ഒരു കുന്ന് ഡയറി ഇരിപ്പുണ്ട് ഇവിടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങി ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കണതാണ്. അപ്പൊ അതൊക്കെ ആയിരുന്നു ആഗ്രഹം. അപ്പൊ പക്ഷെ ഇതൊന്നും ആരോടും ഞാൻ പറയില്ലായിരുന്നു. എനിക്ക് പറയാൻ പേടിയായിരുന്നു. പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പേടി, നാട്ടുകാരെ പേടി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും. സിനിമയിൽ അഭിനയിക്കണമെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ അടിമുടിയൊന്ന് നോക്കുക ആൾക്കാർ. നീയാ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റേ സിനിമയിൽ പറയുന്നത് കാണാനല്ലേ കൊള്ളൂ. ഞാൻ പറയാറുണ്ട് കേട്ടോ ചെറിയൊരു ശ്രീനിവാസനാണെന്നുള്ള കാര്യം. അപ്പൊ കാണാനല്ലേ കൊള്ളൂ, നിനക്കൊക്കെ അഭിനയിക്കാനുള്ള സാധനം ഉണ്ട് അത് എന്നൊക്കെ പറയണ പോലെ അമ്മച്ചിനോട് ഞാൻ പറഞ്ഞൊരു ഇതില് കണ്ട്, ന്യൂസ് പേപ്പറിൽ കണ്ട് ഇങ്ങനെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നൈസായിട്ട് അമ്മച്ചിനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് കൊടുങ്ങല്ലൂരാണ് ഞങ്ങളുടെ നാട്. കൊടുങ്ങല്ലൂർ പോയിട്ട് കോട്ടപ്പുറം. അപ്പൊ കൊടുങ്ങല്ലൂർ പോയിട്ട് ഒരു സ്റ്റുഡിയോയിൽ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് മറ്റേ പോലെ മഹേഷിന്റെ പ്രതികാരത്തിൽ പോലെ ഫോട്ടോ ഓർന്ന് ചേട്ടാ ഇത് എന്നിട്ടാണ് കുറച്ച് തെളിച്ചം കൂടി പോയി എന്ന് പറയുന്നത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലേ ചേട്ടാ, ഇത്തിരി തെളിച്ചം കൂടി എന്നല്ലേ ഉള്ളൂ എന്ന് പറയണ പോലത്തെ ഒരു ഫോട്ടോ ഞങ്ങൾ അയച്ചാൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് മനുഷ്യൻ അപ്പം വരെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ അറിയാൻ പറ്റിയിരിക്കും. ഞാൻ അറിഞ്ഞു തന്നെ, എന്നോട് ഈ ഒരു സംഭവം പറഞ്ഞത് തന്നെ കഴിഞ്ഞ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ആൾക്കാരോട് പറയാൻ പേടിയാണ് നമുക്ക്. നമ്മളുടെ ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിങ്ങനെ ഇരിക്കണം. കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും പറയുമോ. ഇതെല്ലാവർക്കും ഉള്ള പേടിയുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഈ പേടിയുണ്ട്. നമ്മുടെ ആഗ്രഹം എല്ലാവർക്കും. എനിക്ക് പണ്ട് തുടങ്ങി എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ സ്പോർട്സിനോട് ഇതിനൊക്കെ താല്പര്യം. എനിക്കാണെങ്കിൽ ഇതിനൊന്നും താല്പര്യം. എനിക്ക് ആകെ സിനിമ. ഏത് സിനിമ ചെറുപ്പത്തിലെ ഞാൻ ചെറുപ്പത്തിലെ സിനിമ കാണുമ്പോൾ നമ്മൾ നടന്മാരെയാണ് എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ ഡയറക്ടറിനെയും സ്ക്രിപ്റ്റ് എഴുതി ആരൊക്കെ എന്ന് എനിക്കറിയാൻ പറ്റുമോ. ചെറുപ്പത്തിൽ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. ഡയറക്ഷൻ ഞാൻ കൂട്ടുകാരന്മാരോടൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അവരെന്നെ വിളിച്ചത് കൊച്ചു ടി വി കത്തി കെട്ടി അടക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു എന്നിട്ടാ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിരുന്നത്. എന്നിട്ട് ഇതൊന്നും ആരോടും പറഞ്ഞില്ല. സ്കൂൾ പഠിക്കുമ്പോഴും പറഞ്ഞില്ല. +2 കഴിഞ്ഞാലും ഇതെന്ത് ചെയ്യണം, ഇതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നൊക്കെ
ഒന്നും അറിയില്ല, ആരോടെങ്കിലും പറയണമല്ലോ നമ്മ, എന്നാലല്ല അവർ പറയുള്ളൂ നീ എനിക്ക് ഇതാണ് ആഗ്രഹമെങ്കിൽ നീ ഇന്ന പോലെ ചെയ്യും, ഇന്ന പോലെ പഠിക്കാൻ പോകും, ഡയറക്ഷൻ പഠിക്കാൻ പോകും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്ത് പഠിക്കാൻ പോകും എന്നൊക്കെ പറയണത് ഇന്ന ആരോടെങ്കിലും നമ്മത് പറയണം. വെച്ചുള്ളിൽ വെച്ചുകൊണ്ടിരുന്നത് ആരും ഒരു ഇത് ഉണ്ടാവില്ല, നമുക്കാണെങ്കിൽ അറിയാനും പാടില്ല. അപ്പം അന്നത്തെ പോലെ അന്ന് പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതായി പഠിക്കാൻ മോശമായതുകൊണ്ട് നമുക്ക് അല്ലാത്ത പോകാൻ പറ്റിയത് ഒന്നില്ലെങ്കിൽ മറ്റേ ഹോട്ടൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ മറ്റേ ഫയർ ആൻഡ് സേഫ്റ്റി. ഇതാണ് അന്നത്തെ കാലത്ത് കത്തിന്ന കോഴ്സാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട്. ഞാൻ നേരെ ഹോട്ടൽ മാനേജ്മെന്റിന് പോയി, അങ്കിൾ പറഞ്ഞിട്ട് പോയി. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഞാൻ നിർത്തി, ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിർത്തി പോകുന്നത് അവിടുത്തെ ആളോട് ഞാൻ എന്നിട്ടാണ് പറയുന്നത്. അയാൾ ചോദിച്ചു നീ നിർത്തിപ്പോയിട്ട് എന്ത് ചെയ്യും? ഞാൻ സിനിമയിൽ കയറും, എനിക്ക് സിനിമയിൽ നിന്ന് കയറണം. എന്നിട്ട് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തില്ല കേട്ടാ. സിനിമ അത് ഉള്ളിൽ മാത്രമേ ഉള്ളൂ, ആരോടും പറയൂലല്ലോ, പേടിയല്ലേ ആൾക്കാരെന്ന്. അങ്ങനെ പോയി വർഷങ്ങൾ കഴിഞ്ഞ് ഇതിലൊന്നും പോയില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോയി, ഓട്ടോമൊബൈൽ പിടിച്ച് ഉള്ളിൽ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്ന്, ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ഞാൻ തന്നെ എഴുതി. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ കൂടി പൈസ വിട്ട്, കുറച്ച് വേറെ ആൾക്കാർ പൈസ തന്നിട്ടുണ്ട്. അവരുടെ കാര്യം പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം ആരൊക്കെ എനിക്ക് പൈസ തന്നു. 10-15,000 രൂപയെന്ന് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നതിനായിട്ട്. അത് ആവർത്തനം എന്നായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പേര്. അത് അന്ന് യൂട്യൂബ് ഒന്നും അത്ര ഇതല്ല. എന്നിട്ട് യൂട്യൂബിൽ ഞാൻ ഇട്ടത്, യൂട്യൂബിൽ അത് ഇതൊരു ചേട്ടനോട് ആരാണെന്ന് അറിയില്ല ഇട്ടത്, ഏത് കൂട്ടുകാരൻ വഴി കൊണ്ടുപോയിട്ട് യൂട്യൂബിൽ ഇട്ട്. യൂട്യൂബിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലത്. അന്നത്തെ അവിടെ പോയിന്നോണ്ടാ കിട്ടിയില്ല. അത് കാണാനില്ല. 1000 പേരായിട്ടന്ന് കണ്ടെന്നൊക്കെ പറയാനായിട്ട് കേട്ടിട്ടുണ്ട്, അറിയില്ലട്ടാ. അന്ന് യൂട്യൂബ് എന്നൊക്കെ നമ്മുടെ അടുത്തൊന്നും അങ്ങനത്തെ ഫോണില്ല അന്ന്. അന്നിങ്ങനെ എഴുതി പിടിച്ച് ഞാൻ തന്നെ എഴുതി. വലിയ സക്സസ് ഒന്നും ആയില്ല അത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, മറ്റേ സിനിമയുടെ കല്യാണ ആൽബങ്ങളൊക്കെ എടുക്കണ അവനുണ്ട്, ജെയ്സൺ എന്നാണ് പേര്. അവനാണ് ഞങ്ങൾക്ക് വന്ന് ഈ ഷൂട്ടൊക്കെ ചെയ്ത് തന്നത്. അത് ഡയറക്ടർ എന്ന് പറഞ്ഞ് പുറകേലേക്കുള്ള അവൻ പറയും അതുപോലെ ചെയ്യണം, അത് നടന്നു വരണം, അപ്പം ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറയാം അങ്ങനെ ചെയ്യും, നടന്നു വന്നിട്ട് ഇങ്ങനെ ചെയ്യണം. ഡയറക്ടറാണ് ബാക്കിൽ നിന്നുണ്ട്, അറിയില്ലല്ലോ, വണ്ട ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. മറ്റേ സിനിമ അത് ഒറ്റ പൊട്ടിത്തെറിയില അവസാനിച്ചത്. പിന്നെ പൊട്ടിത്തെറി കഴിഞ്ഞ് അതോടെ വീണ്ടും സ്റ്റോപ്പായി. ആ ഷോർട്ട് ഫിലിം ഇറങ്ങാതിരിക്കുക എന്തൊക്കെയോ ചെയ്ത് അങ്ങോട്ട് പോയി. അതിലേറ്റവും മോശം അഭിനയിച്ചത് ഞാനാണെന്നാണ് എല്ലാവരും പറയുന്നത്. ചേട്ടായി എന്നത് ചെറിയൊരു റോള് ചെയ്തായിരുന്നു. അതിലേറ്റവും മോശമായിട്ട് അഭിനയിച്ചത് ഞാനാണ്. കാരണം എന്ന് വെച്ചാലേ നമുക്ക് പറഞ്ഞുതരാൻ ഞാനാണ് വൃക്കന്മാർക്ക് അഭിനയിക്കുമ്പോൾ അത് പോരാന്ന് പറയണത്, അഭിനയിക്കുന്നത് പോരാന്ന് പറയാൻ എനിക്കറിയാറുണ്ട്. പക്ഷെ അവന്മാർക്ക് അറിയില്ല ഞാൻ അഭിനയിക്കുന്നത് മോശമാണെന്ന് അറിയാനും പാടില്ല, നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല. എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ആയിരുന്നല്ലേ ഏറ്റവും മോശം, നീ അഭിനയിക്കാതിരുന്ന ഷോർട്ട് ഫിലിം കുറച്ചും കൂടി പേര് കണ്ടാനെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി. കുറെ കാലം കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോയി. അതിന്റെ ഇടയിൽ ഗൾഫിൽ പോയി. 4 വർഷങ്ങൾ കഴിഞ്ഞു പോയി. 4 വർഷം 4.25 വർഷം, 5 വർഷം എന്ന് പറയാം. ഗൾഫിൽ പോയി വന്ന് കല്യാണം കഴിഞ്ഞ്. കല്യാണത്തിന് ആ ടൈമിലാണ് ഇവളോട് ഞാൻ പറയണത് എനിക്ക് വേറൊരാളോട് ഞാൻ സിനിമയുടെ കാര്യം എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയണത് ഇവളോടാണ്. അതിന് മുമ്പൊരു പറഞ്ഞിട്ടുണ്ട് ഒരാളോട്, 1-2 പേരോട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, സിനിമയിൽ ഡയറക്ട് ചെയ്യണം ഭയങ്കര ഒരു അന്നേരത്തെ പറച്ചിലൊക്കെ കേട്ടപ്പോൾ നമുക്കും വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ലേ, ചുമ്മാ ഒരു ആഗ്രഹം അങ്ങനെ പറയണതായിരിക്കും എന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്ക് ഇതിന്റെ അടുത്ത് എത്രത്തോളം ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട് എന്നുള്ളത്. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നു, ഒരുപാട് സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അയ്യോ എത്ര കഥകൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര സ്റ്റോറികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് അതിനെ പറ്റിയ 2 കൂട്ടുകാരന്മാരും ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ സിനിമ ഇങ്ങനെ തലക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാർ. പക്ഷെ അവരും വേറെ ഫീൽഡിലാണ്. ഇപ്പൊ അവർ പുറത്താണ്, 2 പേരും പുറത്താണ്. പക്ഷെ അവരും ഇതുപോലെ തന്നെ എന്താ പറയാ, മനസ്സിലെ ആഗ്രഹം അവർക്ക് അഭിനയിക്കണം. ഒരാള് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതും, ഒരാൾക്ക് ഡയറക്ട് ചെയ്യാനും ഒരാൾക്ക് അഭിനയിക്കാനുമാണ്. അവർക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ആഗ്രഹം. പേരുണ്ട് 2 പേരും പക്ഷെ പുറത്താണ്, ഒരാൾ കാനഡയിലാണ്, ഒരാള് അയർലൻഡിലാണ്. അപ്പൊ അവര് എന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എടാ നീ പോയി അവരിപ്പോഴും അവര് പുറത്താണെങ്കിലും അവരിപ്പോഴും ചേട്ടാനെ ഫോൺ വിളിച്ചിട്ട് ഭയങ്കര മോട്ടിവേഷനാണ്. എടാ നീ ചെയ്യ്, നീ നാട്ടിൽ നിൽക്കല്ലേ, നിന്നെ കൊണ്ട് പറ്റും, നീ ശ്രമിക്കുന്നു പറഞ്ഞിട്ട്. ഞാൻ ഗൾഫൊക്കെ നിർത്തി പോന്ന് കഴിഞ്ഞപ്പോ നാട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോ ഇവന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴല്ലേ ശ്രമിക്കാൻ തുടങ്ങിയത്. 2.5 വർഷം ഗൾഫിൽ നിന്ന് നിർത്തിപ്പോന്നതിന് ശേഷമല്ലേ കൊറോണ ടൈമിലാണ് നിർത്തിപ്പോരുന്നത്. അത് നിർത്തിപ്പോകാൻ വേറെ കാര്യമുണ്ട്, അത് പിന്നീട് പലപ്പോഴും പറയാൻ, ഇങ്ങനെ ഇതുപോലെ അവസരം കിട്ടിയാൽ പറയാം. അങ്ങനെ നിർത്തിപ്പോന്ന് കഴിഞ്ഞിട്ട് ആ ടൈമിൽ എനിക്കൊരു ആഗ്രഹം, എങ്ങനെയെങ്കിലും
സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ലാസ്റ്റ് നമ്മുടെ ഏജ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഏകദേശം കഴിയാറായി. ചാകാറാവണേ മുമ്പ് ഒരു സിനിമയിലെങ്കിലും കയറണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങി. അതിനിടയിൽ ഇവർ പറയുമായിരുന്നിട്ട് എന്നോട്, കല്യാണം കഴിഞ്ഞ ടൈമിൽ ഇവളുടെ അനിയനൊക്കെ പറയുമെന്ന്, ചേട്ടൻ ഇതിന്റെ പുറകെ കിടന്നിട്ട് എന്തൊരു കാര്യമുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങുക, എന്നിട്ട് അതിലിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് അഭിനയിക്കുക. അപ്പൊ ഞാൻ പറയും അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല, അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കും, സ്റ്റോപ്പായി. അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ആ ടൈമിൽ എനിക്ക് തോന്നി ഇങ്ങനെ കുറച്ചും കൂടി ശ്രമിച്ചാൽ ചിലപ്പോൾ സിനിമയിൽ അങ്ങനെ കുറെ പേരെ വിളിച്ചിട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത്, സിനിമ ബന്ധപ്പെട്ട ഒരുപാട് പേരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത്. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കണ്ടിട്ട് ഇതുപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് സിനിമ 1000 രൂപയൊക്കെ കൊടുത്ത് രജിസ്റ്റർ ഒക്കെ ചെയ്തായിരുന്നു. മറ്റേ വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിലോട്ട് സിനിമയിലല്ല, അതിന്റെ ഇതിനു വേണ്ടി പോയി. ഫസ്റ്റ് സെലക്ട് ആയി, പിന്നത്തേല് പോയി, 2 സെലക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേല് കുറച്ച് പേരെ സെലക്ട് ചെയ്യും, 300 ചിലാൻ പേരെ. പിന്നെ അതിൽ നിന്ന് 80 പേരായിട്ട് എടുത്ത് അതില് മറ്റേ 2ാമത്തേൽ ഔട്ടായി പോയി. അങ്ങനെ 2-3 പ്രാവശ്യം എറണാകുളം വരെയും പോയായിരുന്നു ഇതിനു വേണ്ടി. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു സിനിമ ചെയ്യേണ്ട അതിൽ അസിസ്റ്റന്റ് ആയിട്ട് കയറ് എന്ന് പറഞ്ഞ്, നമ്മുടെ കാനഡയിലുള്ള അരുൺ എന്ന് പറഞ്ഞ ആള് കൂട്ടുകാരനുണ്ട്, അവൻ വഴിയാണ് ഇവനെ പരിചയപ്പെടുത്തി എനിക്ക് തരുന്നത്. അങ്ങനെ ആളുടെ പേരൊന്നും ഇപ്പൊ പറയാനുള്ള, ചിലപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു സിനിമയുടെ കാര്യം പറയാം. അങ്ങനെ ആ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് കയറാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാനിവിടെ ഞാൻ ഗൾഫിൽ നിർത്തി വന്നിട്ട് ഒരു കട തുടങ്ങിയിട്ടുണ്ടായി, ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വേറൊരു തന്നെ നിർത്തിയിട്ട് 1 മാസത്തേക്ക് ഞാൻ ഷൂട്ട് അസിസ്റ്റ് ചെയ്യാൻ പോയി. ആദ്യമായിട്ട് ലൈഫിൽ 33-ാമത്തെ വയസ്സിലായിട്ടാണ് അത് പോണത് കേട്ടോ. ആ ടൈമിൽ പോയി അസിസ്റ്റന്റ് ആയിട്ട് പോയി. പുതിയ ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പേര് സിനിമയിലുള്ളവരൊക്കെ ഉണ്ട്, പിന്നെ കുറേയൊക്കെ പുതിയ ആൾക്കാരെ വെച്ച്, ഡയറക്ടറൊക്കെ പുതിയത്, ഡയറക്ടറും നടനും പ്രൊഡ്യൂസറൊക്കെ പുതിയ ആൾക്കാർ, എല്ലാം പുതിയ ആൾക്കാർ, ചെറിയ ബഡ്ജറ്റിൽ. അതാണ്. പക്ഷേ ക്യാമറ ക്രൂ ഒക്കെ ഉള്ള സംഭവം തന്നെയാണ്. അങ്ങനെ 1 മാസം വർക്ക് ചെയ്ത് പിന്നെ അതുപോലെ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അതിന്റെ ആൾക്കാരെ വേറെ കൂട്ടുകാരന്മാർ വഴി ഒരു ആഡില് പോയി, ആഡ് ചെയ്യാൻ പോയി, അസിസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ആൽബത്തിന് പോയി, പിന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ പോയി, അങ്ങനെ കുറച്ചൊക്കെ പോയി. പിന്നെയും പഴയ പോലെ അതൊക്കെ പോയി. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണത്. അപ്പൊ അതിൽ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് പുള്ളി തയ്യാറാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം നിൽക്കാത്ത ആളാണ്. ഫുഡ് ടൈമിൽ വിശന്ന് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലാത്ത ആളാണ്. പക്ഷെ ആ ഒരു ടൈമിലൊക്കെ പുള്ളിക്ക് ഫുഡ് വേണ്ട, ഉറക്കം വേണ്ട, എന്താ പറയാ എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മെ ഇഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹിച്ച് നമുക്കൊരു പാഷൻ അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് കഷ്ടപ്പെടാൻ പറ്റും. പക്ഷേ അല്ലാത്ത നമ്മൾ ഇഷ്ടമല്ലാത്ത ഒരു ഫീൽഡിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊരു ബുദ്ധിമുട്ടി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ മാസത്തെ ആ ഒരു പേയ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പോലെയാണ്. പക്ഷെ പുള്ളിക്ക് സിനിമയ്ക്ക് ഒരു വേറൊന്നും കൊണ്ടല്ല, പുള്ളി ഭയങ്കര മടിയനാണ്. പുള്ളി ഒരു നമ്മൾ എന്ത് പറഞ്ഞാലും 200 എണീക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ആ പുള്ളി ഉറക്കം നിന്ന് ഫുഡ് നേരത്തിന് കഴിക്കാതെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും. കാരണം നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഷൂട്ട് കഴിഞ്ഞ് വന്ന് കയറുന്നത് 3 മണിക്കായിരിക്കും, പിന്നെ വെളുപ്പിന് ചിലപ്പോൾ 5 മണിക്ക് എഴുന്നിട്ട് ലൈറ്റിന്റെ പ്രശ്നം, അങ്ങനെ വീണ്ടും എണീറ്റ് പോകും. അതൊന്നും പുള്ളിക്കൊരു പ്രശ്നമേ അല്ല. ഷൂട്ടിങ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വന്ന സമയത്ത് പുള്ളിനൊക്കെ ഒന്ന് കാണുമെന്ന് ക്ഷീണിച്ചാകെ അവശ്യതയായി, മുഖമൊക്കെ ആകെ ഇങ്ങനെ എന്താ പറയാ വെളറിയൊക്കെ ഇരിക്കുവായിരുന്നു. അതൊക്കെ ഒന്നും പുള്ളിക്ക് പ്രശ്നമില്ല കേട്ടോ. എന്നാലും നമുക്ക് പിന്നെയും ഇതുപോലെ തന്നെ പഴയ അവസ്ഥയിലോട്ട് പിന്നെയും വന്നെത്തി. പിന്നെയും ഒന്നും ചെയ്യാം. ആ ഒരിടക്ക് ഭയങ്കര വിളികളായിരുന്നു. അവിടെ ഒരു ഷൂട്ട് ഉണ്ട്, ഇവിടെ ഒരു ഷൂട്ട് ഉണ്ട്, അവിടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ഒരു ആഡ് ഉണ്ട്, അതിന് വേണം ഇതിന് വേണം, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്കും അടുത്ത് തുടങ്ങി. വേറെ ഒന്നുമല്ല, നമുക്ക് ഒന്നും പൈസ ആയിട്ടൊന്നും കിട്ടൂല. കിട്ടുന്ന പൈസ ആഗ്രഹമല്ല, പക്ഷെ നമുക്ക് കല്യാണം കഴിഞ്ഞൊക്കെയാണ്, നമുക്കൊരു വരുമാന മാർഗം. ഡെലിവറിയുടെ ടൈം, അങ്ങനത്തെ ടൈമിലാണ് നമുക്ക് പോണം. പൈസ അത്യാവശ്യങ്ങളായി. പിന്നെ കട ഇങ്ങനെ ആരും ഇല്ലാണ്ട് ഇങ്ങനെ കട പോയി അതും ഏകദേശം നിർത്തേണ്ട ഒരു അവസ്ഥ പോലെയൊക്കെ ആയി. അപ്പൊ ഈ സംഭവത്തിന് പൈസ കിട്ടൂല. ഈ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് ഇപ്പൊ വേറെ ആൾക്കാർ കിട്ടണ്ടാവായിരിക്കും. എനിക്കൊന്നും കിട്ടിയിരുന്നില്ല എന്ന് വെച്ചാൽ പരാതിയല്ല, അത് അവർക്കും അവരുടെ ബുദ്ധിമുട്ട് അങ്ങനെയായിരുന്നു. ആ ഡയറക്ടർമാർക്കും പൈസ കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റ് വെച്ചാണ് എല്ലാവരും ഇതെന്ന് ആഗ്രഹം കൊണ്ടാണല്ലോ എല്ലാവരും ചെയ്യണം. അപ്പൊ നമുക്ക് പൈസയുടെ ആവശ്യം, എനിക്കും പൈസയോട് താല്പര്യം ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ പൈസ ഇല്ലെങ്കിൽ നമ്മ ആകെ പെട്ടു. ഒറ്റത്തടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മ ഒരു 20-22 വയസ്സിലാണ് നമ്മ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണമെങ്കിൽ നമുക്ക് വിഷയമില്ല. പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് പൈസയുടെ ആവശ്യമില്ല, വേറെ ആരുമില്ല, വീട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാം,
നമുക്ക് കുടുംബമൊന്നുമില്ല, ആകെയുള്ള അപ്പനമ്മയൊക്കെ ആയിരിക്കുള്ളൂ, വൈഫും പിള്ളേരൊന്നുമില്ല, ഇവിടെ ഡെലിവറി ടൈം. അപ്പം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റാത്തൊരവസ്ഥയായി, പറ്റൂല. അപ്പം പിന്നെ ഇതിനു വേണ്ടി ഞാൻ ശ്രമിച്ചില്ല, പിന്നെ കൂടുതൽ ശ്രമിച്ചില്ല. അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ കയറാൻ പറ്റണം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ക്ലിക്ക് ആവുന്ന രീതിയിൽ. അത് നടക്കൂല, നമുക്ക് ആരും ഇല്ലല്ലോ നമ്മളെ കയറ്റി തരാൻ, അങ്ങനെ ഒന്നുമില്ല. കുറെ പേരോടൊക്കെ ചോദിച്ചു, ഇഷ്ടം പോലെ സ്ഥലത്ത് പോയി. പിന്നെ ഞാനും പറഞ്ഞു ഇവളും പറയും വേണ്ട വേണ്ട, ആരുമില്ല ഇതിനു വേണ്ടി ജീവിതം കളയണ്ട, നടന്നിട്ടൊന്നും ശ്രമിച്ചിരുന്നില്ല. അപ്പോഴാണ് അങ്ങനെ കൊച്ചായി കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞ് നമുക്കൊരു കൊച്ചിന്റെ പേരിലെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ. അത് മെയിൻ ആയിട്ട് എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് മില ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കൊച്ചിന്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, കൊച്ചിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ചാനലിലിട്, എന്നിട്ട് വലുതായി കഴിയുമ്പോൾ അവൻ ആ ചാനൽ കൊടുക്കുന്ന രീതിയിൽ അവന്റെ വളർച്ച കാര്യങ്ങള്, അവന്റെ സെലിബ്രേഷൻസ് അങ്ങനെയുള്ളതൊക്കെ അവന്റെ പേരിൽ ഒരു ചാനൽ തുടങ്ങുന്ന ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരില് അങ്ങനെ ഞാൻ മനസ്സിലൂടെ ഒരു ചാനൽ അങ്ങനെ തുടങ്ങി. പക്ഷെ ഞാനാണ് തുടങ്ങിയത് ചാനൽ, ആദംസ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചാനൽ തുടങ്ങി. ഞാൻ അതിലിട്ടത് ഞങ്ങളുടെ 9ാം മാസത്തെ ആ ചടങ്ങുകള് കാര്യങ്ങള്, പിന്നെ കൊച്ചിന്റെ ബാപ്റ്റിസം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കൊച്ചിന്റെ 28 അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, കൊച്ചിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ട് വരുമായിരുന്നു. അധികം വ്യൂവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, 2-3 വീഡിയോ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ ചേട്ടായിക്കൊരു വ്യൂവേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ 1K വ്യൂവേഴ്സ് ഒക്കെ ചില വീഡിയോന്. അപ്പൊ ചേട്ടായി പറഞ്ഞു, ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടിട്ട് 14-15 വ്യൂവേഴ്സ് കിട്ടിയുള്ളല്ല, നീ തുടങ്ങിയിട്ടപ്പോ ഒരു 1K അടുത്തൊക്കെ വന്നല്ല, എന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള ഇത് ഇങ്ങനത്തെ ഇടണ്ട, നമുക്കിനി ഒരു കണ്ടന്റ് പോലെ എന്ന് പറഞ്ഞിടാം, എന്റെ കഴിവ് നമുക്ക് പുറത്തെടുക്കാം ഒരു അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ പിന്നെ എന്റെ അഭിനയിക്കാനും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഷോർട്സ് ആയിട്ട് ഞാൻ ഇതിലോട്ട് ഇടാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ അതിൽ പറഞ്ഞാൽ വേറെ ഒന്നല്ല, അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കായി. ഞങ്ങൾ ഏകദേശം ഒരു 9 മാസം കൊണ്ട് ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ കഴിഞ്ഞു. 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയത് 9 മാസം. ഞങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്ത് 1K എങ്കിലും 1 ഇയറിനുള്ളിലായാൽ മതി എന്നായിരുന്നു. ഒരു ഇതെന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ എത്തിക്കണം എങ്ങനെയെങ്കിലും, അതൊരു ആഗ്രഹം, 1000 സബ്സ്ക്രൈബേഴ്സിനെ. പിന്നെ വ്യൂവേഴ്സ് എത്ര ആവുന്നു നമുക്കറിയില്ല, നമുക്ക് 1000 സബ്സ്ക്രൈബ്, അതാണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷേ ഈ 1 ഇയർ ആവണതിന് മുമ്പ് നമുക്ക് 2 lakh സബ്സ്ക്രൈബറിലെത്തി, നമുക്ക് പ്ലേ ബട്ടണും കിട്ടി, അതിന്റെ ചെറിയൊരു വരുമാനവും കിട്ടി തുടങ്ങി. അത് പെട്ടെന്ന് അറിഞ്ഞു. നമ്മൾ ഒരിക്കലും വരുമാനത്തെ കുറിച്ചോ പ്ലേ ബട്ടനെ കുറിച്ചോ ചിന്തിച്ചിട്ട് പോലും നമ്മളുടെയൊക്കെ എങ്ങനെയാണ് വല്ല സെലിബ്രിറ്റീസിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ലക്കിന് ഏതൊരു വീഡിയോ കയറിപ്പോയി, ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി, ഏകദേശം അതൊരു 85 മില്യൺ അടുത്ത് ആവാറായിട്ടുണ്ടാവും വീഡിയോ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കയറിപ്പോയത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക്. ഇപ്പൊ എന്റെ ആഗ്രഹം എന്ന് വെച്ചാല് എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുക, അഭിനയിക്കുക. 100 സംതിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതില് 75% വീഡിയോ ചേട്ടായിയുടെ കണ്ടന്റ് നമ്മ ഇല്ലാതാകുമ്പോ ടൈമില് നമ്മ വേറെ കണ്ടന്റ് എടുത്തിട്ട് നമ്മളുടെ ഐഡിയ ചെയ്യും, ബാക്കിയൊക്കെ നമ്മ തന്നെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വരണമെന്ന് വെച്ചാല് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചൊരു അഭിനയിക്കണം, ഒന്ന് ഡയറക്റ്റ് ചെയ്യണം, നമ്മളുടെ അങ്ങനെ സിനിമയിൽ ചെയ്യണം എന്ന് അത്ര ആഗ്രഹിച്ചപ്പോ മലയാളം ആഗ്രഹിച്ച കുന്നോളം കിട്ടും എന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു ചാനലിലൂടെ എങ്കിലും അത് ചെയ്യാൻ പറ്റി. അത് നമുക്ക് ദൈവം തന്ന ഒരു ഇതാണ്. കാരണം അത്രയും നമ്മൾ ആഗ്രഹിച്ച് ഒരു കാര്യത്തിലോട്ട് ചെന്നപ്പോ നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബ് കാണുന്ന ആൾക്കാരാണ്, മൊബൈൽ കൈ പിടിച്ച് കൂടുതലും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ അങ്ങോട്ട് എത്താൻ പറ്റി. ഇതെന്ന് വെച്ചാൽ ഇതുപോലും ഞാൻ ആൾക്കാരോട് പറയൂലായിരുന്നു, യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ആൾക്കാരോട് പറയാനാണ്. ഒന്നാമത്തെ കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറയൂ, ഈ പേടി ആർക്കും പാടില്ല കേട്ടോ. ശരിക്കും എനിക്ക് ആ പേടിയുണ്ട്, ഇപ്പൊ മാറി വന്നി. ഇതൊന്നും ആർക്കും പാടില്ല. നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടോ നിങ്ങൾ തുറന്ന് പറയും, ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇത് ചെയ്താൽ മതി. ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ആൾക്കാർ എന്ത് കളിയാക്കും നമ്മൾ, അത് ഉറപ്പാണ്. നമ്മ എത്ര അങ്ങനെയുള്ള ഫീൽഡ് നല്ലത് എത്ര ചെയ്താലും കാര്യം നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മോശം കിട്ടാൻ കാലത്തേക്കും ആൾക്കാർ കളിയൊക്കെ. അപ്പൊ ചേട്ടായിട്ട് ഞാൻ പറഞ്ഞു, കൊച്ചെന്തിനാ കാണിക്കുന്നേ, നമ്മൊരു നല്ലൊരു ചാനലല്ലേ, നമ്മൾ കണ്ട വീഡിയോ നമ്മുടെ വീഡിയോസ് കണ്ടവരെല്ലാവരും നമുക്ക് നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത്, നല്ല പോസിറ്റീവ് ആയിരുന്നു, ആരും നമ്മളെ നെഗറ്റീവ് ആക്കിയോ തളർത്തി കളയോ ഒന്നും ചെയ്തില്ല, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളുടെ കാര്യങ്ങള്
ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കാനൊക്കെ എനിക്ക് മോശം മടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം മറ്റുള്ളവർക്ക് ഒരു ചാനലിന് നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ചാനൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ എന്റെ അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇതാണ്. സബ്സ്ക്രൈബ് എന്റെ ചെയ്യാൻ വീഡിയോ വീഡിയോ കാണാൻ പോലും അല്ലെങ്കിൽ വീഡിയോ ഉണ്ടെന്ന് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പോലും ചേട്ടായി പറയില്ല. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മളെ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, നമ്മളുടെ ആഗ്രഹങ്ങൾ ഇനി ചെറിയ പിള്ളേരായാലും നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും പറയും, എനിക്ക് ഇന്നതാവാനാണ് ആഗ്രഹം, ഇന്നതുപോലെ ചെയ്യാൻ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ആൾക്കാർ, നിങ്ങളുടെ ഫാമിലിയും മറ്റുള്ളവരും നാട്ടുകാരൊക്കെ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ നമുക്ക് അതിലോട്ട് ചിലപ്പോൾ പെട്ടെന്ന് എത്താൻ പറ്റും. ചിലർക്ക് എത്താൻ പറ്റില്ല, അത് സാധിച്ചു. എന്നാൽ നമ്മൾ ശ്രമിച്ചെന്ന് പറയാം. എനിക്ക് അത്ര ഉണ്ടാകുന്നുള്ളൂ. നമ്മ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചല്ലോ. പിന്നെ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യണം. വേറെ ഒന്നുമല്ല, ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഇപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടന്റ് എന്നല്ല, മറ്റുള്ളവർ ഇപ്പൊ എന്താ കുക്കിംഗ് ചാനൽ തുടങ്ങണവരാണെങ്കിൽ കുക്കിംഗ് ചാനൽ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് കുക്കിംഗ് ചാനൽ തുടങ്ങാം, നമുക്ക് അവർക്ക് അത്രയും ഇതാവുണ്ട്. പൈസ ആഗ്രഹിക്കരുത് കേട്ടോ. പൈസ ആഗ്രഹിച്ച് ചെയ്താൽ നമുക്ക് ഒരിക്കലും. ഞാനിപ്പോ സിനിമയിൽ പോയാലും പൈസ ആഗ്രഹിച്ചൊന്നും അറിഞ്ഞില്ല. മറ്റേ ഫിറോസിക്ക് ഇത്രയും രൂപ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കുക്കിംഗ് ചാനൽ തുടങ്ങാം. എഫോർട്ടേക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതുപോലത്തെ സാധനം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾക്ക് പൈസ പ്രതീക്ഷിക്കല്ല. ഞാനിത് ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതാണ്, എനിക്കത് മടുപ്പില്ല എന്ന് നിങ്ങൾ തോന്നുന്നത്. നിങ്ങൾക്ക് മടുപ്പില്ല ഇത് ചെയ്യുകൊണ്ട്. ഇപ്പൊ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഇപ്പൊ ഡാൻസ് കളിച്ച് ഷോർട്സ് ഇടുന്നവരുണ്ട്, അവർക്ക് അത് മടുപ്പില്ല. അതങ്ങോട്ട് ചെയ്തു പോവും. നമ്മ ചെയ്തുകൊണ്ട് നമുക്കപ്പം തിരിഞ്ഞു നോക്കിയാലും പൈസ കിട്ടിയില്ല, നമ്മുടെ വ്യൂവേഴ്സ് ഇല്ല, കുഴപ്പമില്ല. നമ്മളുടെ ജോലി നമ്മുടെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്ത് ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ സാധനം കയറി വരും. പിന്നെ ഒരു കണ്ടന്റിൽ നിന്ന് തെറ്റി വേറെ സാധനങ്ങൾ ഇപ്പൊ അത് ചെയ്തിട്ട് സക്സസ് ആയില്ല, അപ്പൊ ഞാൻ അടുത്ത് ചെയ്ത് സക്സസ് ആയില്ല, അപ്പൊ ഞാൻ വേറെ ചെയ്യാം എന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സാധനം തന്നെ അങ്ങോട്ട് ചെയ്ത് മുന്നോട്ട് പോകും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കണം, ഇഷ്ടപ്പെടുന്ന സാധനമായിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പകുതി വെച്ച് നിർത്തും, ഈ പരിപാടി വേണ്ടെന്ന് നോക്കും. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഈ കണ്ടന്റ് ഉണ്ടാക്കുക, കണ്ടന്റ് അഭിനയിക്കുക, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും അത് അത്രയും നാൾ കുറെ വീഡിയോ കയറാതിരുന്നപ്പോഴൊന്നും നമുക്ക് വിഷയമില്ല. അപ്പൊ നമ്മ അടുത്ത വീഡിയോ ചെയ്യും, അതങ്ങനെ പോകും. ഇല്ലെങ്കിൽ പൈസ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, പക്ഷെ കിട്ടി തുടങ്ങിയപ്പോ സന്തോഷം. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് ഇത് കിട്ടുമ്പോൾ അത് ഹാപ്പിയാണ്. അതതിലുണ്ട്, ഹാപ്പി ഇല്ലാന്നൊന്നും പറയാനില്ല, അത് ഹാപ്പിയാണ്. എന്നാലും നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനോട്ട്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ ആൾക്കാരെ പേടിച്ചിരിക്കുക അങ്ങനെ ഇതൊന്നും പാടില്ല. നമ്മ ചെയ്യേണ്ട കാര്യം നമ്മ ചെയ്യുക, നമ്മുടെ എന്താണ് ആഗ്രഹം അത് നടത്തുക. ഈ ഒരു ലൈഫ് ഉള്ളൂ, അതിൽ നമ്മ എന്താന്ന് വെച്ചാൽ നടത്തുക, മുന്നോട്ട് പോവുക. ആൾക്കാർ അവിടെ കിടന്ന് പലതും പറയും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഞാൻ ആ ലെവലിലോട്ട് എത്തിയിട്ടില്ല കേട്ടാ, ഞാൻ എന്നാലും പറഞ്ഞു തരുന്നതാണ്. എനിക്ക് ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ കുറച്ചും കൂടി ഉണ്ട്. അതും കൂടി ഫുള്ളായിട്ട് മാറിയിട്ടില്ല. ഷെയിം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും പറയുമല്ലോ, നമ്മളൊക്കെ പറഞ്ഞു നീ എന്തിട്ടാണ്ടി കാണി, ഇത് ഇതിപ്പോഴും പറയോട്ടാ, നീ എന്തിട്ടാണ്ടി മനസ്സിലാവും ഒരു തമാശക്ക് പറയാനാണെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അത് കഴിയുമ്പോ പറയും, എടാ കൊള്ളാട്ടാ, സംഭവം നല്ലാണ്ടാ. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മുടെ ചാനൽ ഇപ്പൊ കൊച്ചാണ് മെയിൻ, പക്ഷെ അവൻ ഇങ്ങനെ ഇരിക്കില്ല. അതുകൊണ്ടാണ് കൊച്ചിനെ പിടിച്ചിരുത്താത്തത്. ഇല്ലെങ്കിൽ കൊച്ചിനെയും കൂടി നിങ്ങളെ വീഡിയോ ഉണ്ടാ കൊച്ചിനെ കാണാൻ പറ്റും. അവനെ പിടിച്ചിരുത്താൻ പറ്റൂല, അവനിങ്ങനെ ഇരിക്കൂലെന്ന് എല്ലാവർക്കും അറിയാലോ, ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനെ ചെറിയൊരു ചാനല് ഇത്രയും ആക്കിയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്താൻ പോവാണ്. ഇനി ഇതുപോലത്തെ മോട്ടിവേഷൻ ആണ്, ഫുൾ മോട്ടിവേഷൻ തരും നിങ്ങൾക്ക്. ഇനിയും ഉണ്ട് മോട്ടിവേഷനിലുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് പറയാനുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവം ഞങ്ങൾക്ക് ആദ്യകൂട്ടനെ കിട്ടിയതാണ്, ഞങ്ങളുടെ കൊച്ചിനെ കിട്ടിയത്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ വീഡിയോ കാര്യങ്ങളും കാണുമെന്നറിയില്ല, ഇത് ആദ്യമായിട്ട് ഇടുന്നതാണ്. അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണ്. ഇപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ലൈഫ് ഇതാണ്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ബൈ.